ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഓരോ ദിവസവും മുറുകി വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്മകുമാർ നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ വലിയ അടുപ്പമുണ്ട്, വലിയ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ ഈ തന്ത്രി പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു വെക്കുന്നതില്ല. ഒപ്പം ഈ പത്മകുമാർ പറയുന്നത് ഞാൻ വന്നപ്പോൾ മുതലല്ല, അതിനു മുമ്പുള്ള ദേവസ്വം പ്രസിഡന്റുമാർ മുതലേ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും പത്മകുമാർ രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങളായിരിക്കും പറയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ തന്ത്രിയും ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാവില്ലേ? തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലുള്ള തന്ത്രിക്ക് കൂടി ബന്ധമുള്ള, അല്ലെങ്കിൽ തന്ത്രിയും കൂടി തന്ത്രിയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ശബരിമലയിൽ എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതും പറയപ്പെടുന്നതും. അപ്പോൾ തന്ത്രി വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വാധീനം മുഴുവൻ സന്നിധാനത്ത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള പത്മകുമാറിൻ്റെ മൊഴിയെ ഇത്തരുണത്തിൽ നമുക്ക് അവിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം അതിലൊരു സത്യമുണ്ട് എന്ന് വേണം കാണാൻ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനത്തിന് തന്ത്രി ഒരു കാരണമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പിന് തന്ത്രിക്ക് പങ്കുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബന്ധങ്ങൾ വളർത്തിയെടുത്തത്, സന്നിധാനത്ത് ഈ ബന്ധങ്ങൾ വളർത്തിയെടുത്തതിൽ തന്ത്രിയുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അവിശ്വസിക്കാൻ സാധ്യമല്ല. തുടർച്ചയായിട്ട് 3-4 വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ശാന്തിക്കാരുടെ സഹായിയായിട്ട്, മേൽശാന്തിക്കാരൻ്റെ സഹായിയായിട്ട്, അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട്, കീഴ്ശാന്തിക്കാരുടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തുടർച്ചയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലൊക്കെ സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായും തന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പ് അത് തന്ത്രി അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വിജിലൻസിൻ്റെ അന്വേഷണത്തിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടിൽ കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ 2019 സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് പോകുന്ന സമയത്ത് അത് അറിഞ്ഞ ആളാണ് തന്ത്രി. ബോർഡ് അതേപോലെ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമാണ് പേരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാലത്തെ തന്ത്രി രാജീവ് കണ്ഠരോ മറ്റാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, തന്ത്രിക്ക് ആ ഒരു ബന്ധമുണ്ട്. തന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് പോയിട്ടുള്ളത്. പക്ഷെ 2019 ഈ സ്വർണ്ണപ്പാളി അഴിച്ച് ഇത് സ്വർണം പൂശാനായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ തന്ത്രി പറഞ്ഞു ഞാൻ അതിന് അനുവദിച്ചില്ല, അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാൻ പാടുള്ളൂ, എൻ്റെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയി. 2025 ഇതുപോലെ തന്നെ ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ ഞാൻ അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ 2 തവണയും തന്ത്രിയെ ലംഘിച്ചുകൊണ്ട് അത് പോയി പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കാൻ തന്ത്രി ശ്രമിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ തന്ത്രി ആ മഹസറിൽ ഒപ്പിടുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കൂടെ പൊരുത്തക്കേടുകളല്ലേ? തന്ത്രി അങ്ങനെ സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്ത്രിയുടെ വിയോജനം കുറിപ്പ് ഔദ്യോഗികമായിട്ട് തന്ത്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോപ്പി രേഖപ്പെടുത്തുന്നത് അത് തന്ത്രിയുടെ വിശ്വാസ്യതയുടെ ഒരു ഭാഗമല്ലേ. തന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ തന്ത്രി ആ നിലയ്ക്ക് തൻ്റെ വിയോജനക്കുറിപ്പ്, തൻ്റെ വിസമ്മതം അദ്ദേഹം രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാൽ പോരെ? തീർന്നില്ലേ അവിടെ പ്രശ്നം? അത് രേഖയിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് തൻ്റെ വിയോജനക്കുറിപ്പ് അത് അന്ന് കൊടുത്ത കത്തിൻ്റെ കോപ്പി അദ്ദേഹം പുറത്തുവിടണം. അതോടെ തന്ത്രി സേഫ് ആയില്ലേ? പക്ഷെ റിട്ടേൺ സാധനം ഉണ്ടാവണമെന്നില്ലല്ലോ. അല്ല, പിന്നെ അങ്ങനെയാണെങ്കിൽ തന്ത്രി ഒപ്പിട്ടു എന്നുള്ളത് കൂടിയും വരുന്ന സമയത്ത് ഇപ്പോൾ തന്ത്രി മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് ഒപ്പിടാതിരിക്കാമായിരുന്നു, ചെയ്യില്ല എന്ന് പറയാമായിരുന്നു. നിങ്ങൾ ചെയ്തോ, പക്ഷെ ഞാൻ അതിനെ കൂട്ടു നിൽക്കുന്നില്ല എന്ന് പറയാമായിരുന്നല്ലോ. അതെന്താ തന്ത്രി അങ്ങനെ ചെയ്യാതിരുന്നത്? അപ്പോൾ തന്ത്രി പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വിസമ്മതത്തിൻ്റെ കത്ത് വേണം, രേഖ വേണം, അല്ലെങ്കിൽ അദ്ദേഹം ഇത് ഒപ്പിടാതിരിക്കണം. ഇത് ഏതെങ്കിലും ഒന്നും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം തന്ത്രി പറയുന്നതിൽ നമുക്ക് എങ്ങനെ വിശ്വാസം എടുക്കാൻ പറ്റുക? എങ്ങനെ വിശ്വസിക്കും? ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ തന്ത്രിയുടെ ചുമതലയാണ് ആ കാര്യത്തിൽ ഈ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുള്ള ചുമതല തന്ത്രിക്കുണ്ട്.
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ, ഇപ്പം മുരാരി ബാബു അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം പറയുന്നതനുസരിച്ച് എൻ വാസു ഇവരൊക്കെയുണ്ട്, ഇവരെല്ലാം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവരെല്ലാം തന്നെ ഈ രീതിയിലുള്ള ഈ ഒരു ആസൂത്രിതമായ റാക്കറ്റിന് പിന്നിൽ പ്രവർത്തിച്ചു, ഒരു ഗൂഢാലോചന നടത്തി. അങ്ങനെയാണെങ്കിൽ തന്ത്രി എങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക? ഈ കൂട്ടത്തിൽ ഇതെല്ലാം അറിയാവുന്ന ഒരാൾ തന്ത്രിയില്ല. കാരണം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്ത്രി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണെന്നല്ലേ വിശ്വാസികൾ കരുതുക? അല്ല, തന്ത്രി ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിയുടേതായിട്ടുള്ള അഭിപ്രായം വളരെ അനിവാര്യമാണ്, ആചാരപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ച്. ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന്, ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ ദ്വാരപാലക പീഠമായാലും മറ്റേ നമ്മുടെ കട്ടലപ്പാളിയുടെ വിഷയമായാലും ഇതൊക്കെ ക്ഷേത്ര ചൈതന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും തന്ത്രി അറിയണം, അതിനെ സംബന്ധിച്ച് തന്ത്രിയുടെ അനുവാദം വേണം, തന്ത്രി അറിയണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതല്ലാത്ത കാര്യങ്ങളിൽ ഇപ്പോൾ ശബരിമലയിൽ ഏത് ശർക്കര മേടിക്കണം, ആരുടെ കയ്യിൽ നിന്ന് നെയ്യ് മേടിക്കണം, ഇതൊന്നും തന്ത്രി അറിയേണ്ട കാര്യമില്ല. തന്ത്രിക്ക് അവിടെ നെയ്യ് കിട്ടിയാൽ മതി, ശർക്കര കിട്ടിയാൽ മതി, അവല് മലര് കിട്ടിയാൽ മതി. ആരുടെ കയ്യിൽ നിന്ന് മേടിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ തന്ത്രിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ശബരിമലയിലെ ഇപ്പോൾ അവിടെയുള്ള ഈ പറയുന്ന രീതിയിൽ വിഗ്രഹം എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അവിടെ ഏത് നിവേദ്യം നടത്തണം, എന്ത് തരത്തിലുള്ള നിവേദ്യം നടത്തണം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്ത്രിയുടെ അനുമതിയോടുകൂടി നടക്കുക. അതേപോലെ അവിടെ വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് വെക്കാമോ പാടില്ലേ, ഇതിനൊക്കെ സംബന്ധിച്ച് ആ നാലമ്പലത്തിനകത്ത് എന്തൊക്കെ ചെയ്യാമോ അതിനെയൊക്കെ സംബന്ധിച്ച് തന്ത്രിയുടെ അനുവാദമില്ല, അതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ദ്വാരപാലക പീഠം ആയാലും വാജീവാഹനമായാലും കൊടിമരത്തിൻ്റെ കാര്യമായാലും ഒക്കെ തന്ത്രി അറിഞ്ഞുകൊണ്ടല്ലാതെ അത് സാധ്യമല്ല. ഇതൊന്നാമത്. ഞാനിവിടെ തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ, തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യമില്ല. കാരണം ഇത് SIT ഒരു അന്വേഷണ സമിതി, ഹൈക്കോടതി നിശ്ചയിച്ച ഒരു അന്വേഷണ സമിതിയുണ്ട്. ആ അന്വേഷണ സമിതി തന്ത്രിക്കും ഈ കാര്യത്തിൽ ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ളത് SIT കണ്ടെത്തേണ്ടതാണ്. SIT ആണ് അത് വെളിവാ പറയേണ്ടത്. തന്ത്രിയിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്ത്രി പറഞ്ഞ മൊഴിയും പത്മകുമാർ പറഞ്ഞ മൊഴിയും തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി അതിൻ്റെ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, യോജിപ്പില്ലായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയിട്ട് തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനാണ്. അതിനു മുമ്പായിട്ട് തന്ത്രിയെ കുറ്റക്കാരനാക്കേണ്ട കാര്യം നമുക്കില്ല. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്രങ്ങളുടെ തന്ത്രി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈശ്വരൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ്, പ്രതിഷ്ഠയുടെ അച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പോൾ വിശ്വാസികൾക്ക് സ്വാഭാവികമായിട്ടും ഈ തന്ത്രിയോടും ആ നിലയ്ക്കുള്ള ഒരു ബഹുമാനവും ആദരവും അവർ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ തന്ത്രിയെ നമ്മൾ അത്തരത്തിൽ ഒരു കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുന്നത് അത് വിശ്വാസികളുടെ വിശ്വാസത്തെ പോർലേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു അവധാനതയോടെ, കുറച്ചൊരു ശ്രദ്ധയോടെ വേണം തന്ത്രിക്ക് എതിരായിട്ടുള്ള കമൻറ്റുകൾ പറയാൻ. കാരണം ഒരു വലിയ സമൂഹം ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പറയാനുള്ളത്, തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ ഒരു തരത്തിലുള്ള സൗജന്യവും തന്ത്രിയും അർഹിക്കുന്നില്ല. തന്ത്രി ആയാലും മന്ത്രി ആയാലും നിയമത്തിൻ്റെ മുമ്പിൽ ഒരേപോലെയാണ്. നിയമത്തിന് മുമ്പിൽ ഒരേപോലെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഒരു പടി കൂടുതൽ തെറ്റ് ചെയ്ത് തന്ത്രിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ ഒരു പടി ശിക്ഷ കൂടുതൽ അനുഭവിക്കേണ്ടത് തന്ത്രിയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തേണ്ടത് SIT ആണ്. SIT കണ്ടെത്തുന്നിടത്തോളം വരെ നമുക്ക് തന്ത്രിയുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് ഈ മറ്റുള്ളവരെ കുറിച്ച്, രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്ന പോലുള്ള ഒരു ഊഹത്തിൽ നമുക്ക് തന്ത്രിയെ ഈ ഒരു തെറ്റുകാരനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനനുസരിച്ച് തെളിവുകളൊക്കെ അവർ കണ്ടെത്തട്ടെ, അതിനനുസരിച്ചുള്ള ആ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ, അതിനുശേഷം റിപ്പോർട്ടുകൾ വരട്ടെ. കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ആ തന്ത്രിക്കെതിരായിട്ട് നിലകൊള്ളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.